18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി. റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് ഉത്തരവ്. മകനെ നേരിൽ കാണാൻ കാത്തിരിക്കുകയാണെന്ന് റഹീമിന്റെ മാതാവ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. റഹീമിന്റെ മോചനത്തിനായുള്ള അനുരഞ്ജന കരാറിൽ മുന്നേ തന്നെ ഇരു കുടുംബങ്ങളും ഒപ്പുവച്ചിരുന്നു. കോടതി നടപടികൾ പൂർത്തിയാക്കാനുള്ള കാലതാമസമായിരുന്നു റഹീമിന്റെ മോചനവും വൈകിപ്പിച്ചത്. ശേഷം ഇന്ന് രാവിലെയോടെ റിയാദ് ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തു. കേസിലെ ഇരുവിഭാഗം അഭിഭാഷകരും ഇന്ന് കോടതിയിലെത്തിയിരുന്നു. എംബസി ഉദ്യോഗസ്ഥരും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി. വെർച്വൽ സംവിധാനത്തിലൂടെയാണ് കോടതി റഹീമിനെ കണ്ടത്. മകന്റെ വധശിക്ഷ റദ്ദാക്കിയ വാർത്തയറിഞ്ഞ മാതാവ് പാത്തുമ്മ നിറകണ്ണുകളോടെയാണ് സന്തോഷം പങ്കുവച്ചത്. ഈ നിമിഷത്തിൽ ഉമ്മ എങ്ങനെയാണ് സന്തോഷം പങ്കുവയ്ക്കുന്നത്? പെട്ടെന്ന് എൻ്റെ കുട്ടീനോട് എത്തിച്ചേനെ വധച്ചതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി കണ്ടാലല്ലാതെ ഞാനെങ്ങനെ സന്തോഷം പറയാം. വരുന്നത് കേട്ട് 3 മാസം ഇപ്പം കഴിഞ്ഞില്ലേ. ഇത്രയും പെട്ടെന്ന് കഴിച്ചിലാക്കി തരും. ഇവിടെ എത്തിച്ചേരി നിങ്ങളൊക്കെ പല സഹായം കൊണ്ടിട്ട് ഇവിടെ എത്തുന്നാണ് പറയുന്നത്. കണ്ടല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷം പറയാം. നിങ്ങളൊക്കെ സഹായിച്ചതിന് ഞാൻ നിങ്ങളൊക്കെ നന്ദി പറയുന്നു. ഇതൊക്കെ അല്ലാതെ അതിനുള്ള ഫലം തരട്ടെ. എംബസി വഴി കോടതിയിൽ കെട്ടിവെച്ച 1.5 കോടി റിയാലിന്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. തുടർ നടപടികൾ പൂർത്തിയാക്കി 1 മാസത്തിനകം റഹീമിനെ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ മോചനത്തിനായി മുഴുവൻ സമയവും പ്രവർത്തിച്ച നിയമസഹായ സമിതി. ഞങ്ങൾ ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളും ഈ 2 കമ്മിറ്റികളുടെയും വലിയ പ്രയത്നമാണ് ഇന്നത്തെ ഈ വിജയത്തിന് കാരണം. നമ്മുടെ ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ് ഇന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഹീം റിലീസാവും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പരമാവധി 1 മാസം അതിനകം തന്നെ അദ്ദേഹത്തെ നാട്ടിലെത്തിക്കാൻ സാധിക്കുന്ന വിശ്വാസം. ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട മകനെ കൊലപ്പെടുത്തിയ കേസിലാണ് 18 വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.